നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നല്ല ആലു പൊറോട്ട നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ കല്ലിൽ ഇങ്ങനെ മൊരിഞ്ഞു വരുന്നത് കണ്ടോ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ആലു പൊറോട്ടയാണ്. നമ്മൾ സ്ഥിരമായിട്ട് ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. ഇപ്പോൾ ഒരു ദിവസം നമുക്ക് മാറി ചിന്തിക്കാം, ആലു പൊറോട്ട ഉണ്ടാക്കാം. നമുക്ക് കറിയായിട്ടൊന്നും അങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് ഇഷ്ടമാണ്, കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് ആലു പൊറോട്ട. ചൂട് ആലു പൊറോട്ടയുടെ മുകളിൽ ഒരു പീസ് ബട്ടർ വെച്ചപ്പോൾ അതിങ്ങനെ ആ ചൂടിൽ ഉരുകി വരുന്നത് കണ്ടോ. ഞാൻ ഏറ്റവും നല്ല ആലു പൊറോട്ട കഴിച്ചിട്ടുള്ളത് പഞ്ചാബിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു അവരുടെ വയലിൽ വിളയിച്ചെടുത്ത ഏറ്റവും നല്ല ഗോതമ്പും വീടുകളിൽ വളർത്തുന്ന പശുവിൽ നിന്ന് കിട്ടുന്ന വെണ്ണയും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആലു പൊറോട്ട പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് 2 പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരെണ്ണം ഒരല്പം വലുതാണ്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 എണ്ണം എടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള സവാള നല്ലതുപോലെ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിയാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ചപ്പാത്തി പരത്തുമ്പോൾ ഈ കഷ്ണങ്ങൾ വലുതാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഇഞ്ചിയാണ്, ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. ഇത് മല്ലിയില അതുപോലെ ഒരു പിടി നല്ലതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ബട്ടറാണ്. ബട്ടറിൽ നിന്ന് ഒരു പീസ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ആലു പൊറോട്ട കഴിക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കാം. ഇത് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത പൊട്ടറ്റോ ആണ്. ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. കട്ടയില്ലാതെ ഉടയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഗരം മസാല പൗഡറാണ് ചേർക്കുന്നത്, 1/2 ടീസ്പൂൺ. ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ അവരിതിൽ ചേർക്കുന്നത് ആംചൂർ പൗഡറാണ്. അത് മാങ്ങ ഉണക്കി പൊടിച്ച പൗഡറാണ്. നമുക്ക് ആ ടേസ്റ്റ് അത്ര പരിചിതമല്ലാത്തതുകൊണ്ടാണ് ഗരം മസാല പൗഡർ ചേർത്തത്. ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് മുളക് പൊടിയാണ്. അതും 1/2 ടീസ്പൂണാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, സവാള, അതിനുശേഷം ചെറുതായിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഉരുളൻകിഴങ്ങിൻ്റെ കട്ടകൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പരമ്പരാഗത രീതിയിൽ നമ്മൾ ഈ ആലു പൊറോട്ട പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോൾ പലരും പരാതി പറയാറുണ്ട് അത് പൊട്ടിപ്പോകുമെന്ന്. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോകുന്നവർക്ക് വേറൊരു മെത്തേഡിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുക മാവ്. എന്നിട്ട് അതിൽ നിന്നൊരു ബോൾ എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ വലിപ്പത്തിൽ ചപ്പാത്തി എത്ര വലിപ്പത്തിലാണോ വേണ്ടത് അതുപോലെ നമ്മൾ വട്ടത്തിൽ പരത്തിയെടുക്കുക. ഇതൊരു ഈസി മെത്തേഡാണ്. നമ്മൾ 2 ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരുപോലെ ഒരു ചപ്പാത്തിയിൽ നമ്മൾ ഫില്ലിങ് വെച്ചതിന് ശേഷം അതേ വലുപ്പത്തിൽ മറ്റൊരു ചപ്പാത്തി വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ നമ്മൾ പരത്തിയെടുത്തിട്ടാണ് ആലു പൊറോട്ട ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. പരമ്പരാഗത രീതിയിലാകുമ്പോൾ വേറൊരു രീതിയിലാണ് അത് ചെയ്യുന്നത്. അതും കൂടെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു ചപ്പാത്തി പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചു. ഇത് 2ാമത്തെ ചപ്പാത്തിയാണ്. നിങ്ങളിതിൻ്റെ ഷേപ്പ് കണ്ട് പേടിക്കേണ്ട, എനിക്ക് ഇത്രയൊക്കെ റൗണ്ട് വന്നുള്ളൂ. ഇനി ഇത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഫില്ലിങ് വെക്കുക. ഒരുപാട് വെക്കണ്ട, നമുക്കൊരു എഡ്ജിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ചപ്പാത്തി പരത്തി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്യാനാണ് പോകുന്നത്. നമ്മൾക്ക് ഈ പൊറോട്ട ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കണം. ഒരല്പം ഗോതമ്പ് പൊടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് തൂവി കൊടുത്തിട്ടുണ്ട്, കാരണം പൊട്ടിപ്പോയാലോ എന്നുള്ളൊരു പേടി കൊണ്ടാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് ചെറുതായിട്ട് പരത്തി ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഒരുപാട് പ്രസ് ചെയ്ത് പരത്താൻ പാടില്ല. നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്തിത് പ്രസ് ചെയ്യുവാണെങ്കിൽ അകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഫില്ലിങ് ചിലപ്പം പുറത്തേക്ക് പൊട്ടിങ്ങി വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഏകദേശം ഒരു റൗണ്ടൊക്കെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള എക്സസ് ആയിട്ടുള്ള ഗോതമ്പ് പൊടിയൊക്കെ നമുക്കൊന്ന് തട്ടിക്കളയാം. അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കണം. ഇനി വേറൊരു രീതിയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ കുറച്ച് കട്ടിക്ക് നമ്മൾ ഒരു ചെറിയ റൗണ്ടിൽ പരത്തിയെടുക്കണം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിംഗ് ആണ് വെക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ എക്സസ് ആയിട്ട് വരുന്ന ഗോതമ്പ് മാവ് നമ്മളങ്ങ് മുറിച്ച് മാറ്റിയതിന് ശേഷം ഗോതമ്പ് പൊടിയിൽ നല്ലതുപോലെ 2 വശവും തിരിച്ചു മറിച്ചു വിട്ടെടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ പൊട്ടാതെ സാവധാനം പരത്തിയെടുത്താൽ മതി. ഇങ്ങനെയും നമുക്ക് ആലു പൊറോട്ട പ്രിപ്പയർ ചെയ്തെടുക്കാം.
ആലു പൊറോട്ട പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ആലു പൊറോട്ട ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ആലു പൊറോട്ട തിരിച്ചിടണം. കാരണം ഒരുപാട് സമയം ഇട്ട് ഫസ്റ്റ് ടൈം കുക്ക് ചെയ്യാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് താഴ്ഭാഗം ഒന്ന് നിറം മാറിയാൽ മാത്രം മതി. നമുക്കപ്പോൾ ഇത് തിരിച്ചിടാം. കളറ് ചെറുതായിട്ട് മാറി വന്നിട്ടേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആ നെയ്യ് പൊറോട്ടയുടെ എല്ലാ ഭാഗത്തും നമുക്ക് നല്ലതുപോലെ അങ്ങ് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് വേഗം തന്നെ ഇത് തിരിച്ചിടണം. അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഒരല്പം നെയ്യ് ഇങ്ങനെ തടവി കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ പൊറോട്ട നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കുന്നത്. പൊറോട്ട നമ്മൾ തിരിച്ചിട്ടു. ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ എല്ലാ ഭാഗത്തും നമുക്ക് പുരട്ടിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒരല്പം കൂട്ടി കൊടുക്കാം. അതിനുശേഷം 2 ഭാഗവും തിരിച്ചു മറിച്ചും 1-2 തവണ നമ്മൾ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, നല്ലതുപോലെ ആലു പൊറോട്ട ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ 2 സൈഡും ഇതുപോലെ പൊങ്ങി വരും. പൊറോട്ട കുറച്ചും കൂടെ ഒന്ന് നന്നായി മൊരിഞ്ഞ് വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സപ്പോർട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇനിയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കണം. നമ്മുടെ ആലു പൊറോട്ട റെഡിയായി കഴിഞ്ഞു. നമ്മളിത് തൈരിൻ്റെ കൂടെയും അച്ചാറിൻ്റെ കൂടെയാണ് ഇന്ന് കഴിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതും ഒരല്പം ഉള്ളിയും കൂടെ അവർ അരിഞ്ഞു തരും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, സൈഡ് ഡിഷ് നമുക്കത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.